Good morning, friends. I am Dr. Divakaran Cochin. Suprabhatham. Today I am going to discuss about കേരളത്തിൻ്റെ മഹാനുഭാവനായ വയലാർ രാമവർമ്മ. നിമിഷകവി. പെട്ടെന്ന് 2 നിമിഷം കിട്ടിയാൽ ഭാവനയുടെ വിഹായസിൽ കവിതകളെഴുതി കവികളുടെ ലോകത്തിൽ പ്രശസ്തനായ വയലാർ രാമവർമ്മ 25/3/1928 അദ്ദേഹം ജനിച്ചത്. കാർത്തിക നക്ഷത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ ചൊവ്വ ഉച്ചം പ്രാപിച്ച് ബുധ ശുക്രന്മാർ യോഗം ചെയ്ത കർമ്മസ്ഥാനത്ത്, വ്യാഴം അഷ്ടമാധിപത്യവും ലാഭാധിപത്യവും വഹിച്ച് ഗുളികഭവനാധിപനായ സൂര്യനോട് ചേർന്ന് 11-ലും, ദേഹകാരകത്വവും മനോകാരകത്വവും രക്തകാരകത്വവും ഒക്കെ വഹിക്കുന്ന ചന്ദ്രൻ 12-ലും, 7 ശനി കേതു യോഗം ചെയ്തു നിൽക്കുന്നു. ഇത് ആണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില. അദ്ദേഹം കാർത്തിക നക്ഷത്രത്തിലാണ്. കാർത്തിക നക്ഷത്രം 1-ാം പാദത്തിലാണ് ജനിച്ചത്. 5 വർഷം 4 മാസം 7 ദിവസം അദ്ദേഹത്തിന് സൂര്യദശ കിട്ടി. അദ്ദേഹത്തിന് സൂര്യദശ, അത് കഴിഞ്ഞ് ചന്ദ്രദശ, അത് കഴിഞ്ഞ് ചൊവ്വാദശ, കഴിഞ്ഞ് രാഹുദശ, അത് കഴിഞ്ഞ് വ്യാഴദശ. വ്യാഴദശ അദ്ദേഹത്തിന് മാരകാധിപനായിരുന്നു. ആ വ്യാഴദശയിൽ അദ്ദേഹത്തിന് വിട പറയേണ്ടി വന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വ്യാഴം നിൽക്കുന്നത് സൂര്യനോട് കൂടി ചേർന്നാണ് നിൽക്കുന്നത്. എങ്കിലും വ്യാഴത്തിന് അഷ്ടമാധിപത്യം വഹിച്ച ഗ്രഹമാണ്. അത് അഷ്ടമാധിപത്യം വഹിച്ച ഗ്രഹം വളരെ മോശമായിട്ടാണ് പറയുക. വയലാർ രാമവർമ്മ ദേവരാജൻ മാഷുമായിട്ടുള്ള കൊളാബറേഷനിൽ വിത്ത് ജി ദേവരാജൻ മാഷ് പ്രൊഡ്യൂസേഴ്സ് ദി ഗോൾഡൻ എറ ഓഫ് മലയാളം ഫിലിംസ്, മ്യൂസിക്സ് ആൻഡ് many songs written and composed by the Jews of remaining. He wrote many songs in Malayalam. Ramavarma is regarded as one of the most successful and critically accelerated lyrics in the history of Malayalam cinema. ആലപ്പുഴയിലെ വയലാർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിന് 2 വിവാഹം കഴിക്കേണ്ടി വന്നു. ആദ്യത്തെ വിവാഹം 1951 വിവാഹം കഴിച്ചു. എങ്കിലും 56 അവർ വിട പറഞ്ഞു. 57 രണ്ടാമത്തെ ഒരു വിവാഹം ഉണ്ടായി. ആദ്യ വിവാഹം കഴിച്ചത് രണ്ടാമത് വിവാഹം കഴിച്ചത് ഭാരതി തമ്പുരാട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം വളരെ ദുഃഖകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനാകട്ടെ കേരളവർമ്മ, അമ്മ അംബാലിക തമ്പുരാട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ ഉള്ള അദ്ദേഹം എഴുതിയ കവിതകൾ വളരെ പ്രശസ്തമാണ്. 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കി ഫോർ പോയട്രി. 1969 കേരള സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കി. 72 നാഷണൽ ഫിലിം അവാർഡ് കരസ്ഥമാക്കി. 74 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. 1975 കേരള സ്റ്റേറ്റ് ഫിലിം ബെസ്റ്റ് ലിറിക്സ് അവാർഡ്. അദ്ദേഹം വ്യാഴദശയിലാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം Ramavarma is regarded as one of the most successful and critically accelerated lyrics. നിമിഷ നേരം കൊണ്ട് കവിത എഴുതുവാനുള്ള അസാമാന്യമായ പ്രതിഭാവിലാസമുണ്ടായിരുന്ന ആളായിരുന്നു രാമവർമ്മ. സിനിമ രംഗത്ത് അദ്ദേഹം ഒത്തിരി ഗാനങ്ങൾ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഗാനങ്ങൾ അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിനു വേണ്ടി
സംഭാവന ചെയ്ത ആളാണ് അദ്ദേഹം ഇന്ന് നിലവിലില്ല. അദ്ദേഹം 1975 നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയുള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും നിലനിൽക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളും കവിതകളും എല്ലാം ഭാഷാ സ്നേഹികൾക്ക് വിലമതിക്കാനാകാത്ത സമ്മാനം നൽകിയ ആളാണ് കേരളവർമ്മ, വയലാർ രാമവർമ്മ.